ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. നല്ല മഴ, ചൂട് ചായ, ചൂട് പഴംപൊരി ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് മോനൂസിൻ്റെ കരച്ചിൽ കേൾക്കുന്നത്. പിന്നെ ആസ്വാദനം പോയി. ആളെ മുഖത്ത് തെളിച്ചമൊന്നുമില്ല, അന്തം വിട്ട് നോക്കുന്നുണ്ട്. രാവിലെ തന്നെ ക്യാമറ പിടിച്ച് ഇറങ്ങിക്കോളൂ. അവനെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അവൻ ജനിച്ച മുതൽ ഞാൻ വീഡിയോ എടുക്കലും നടപ്പായിട്ടാണല്ലോ നടക്കുന്നത്. നമ്മൾ നേരെ കിച്ചണിൽ ചെന്നിട്ട് നമുക്ക് ഇന്നത്തെ ഫുഡ് നോക്കിയപ്പോൾ ഇഡ്ഡലി, ദോശ, സാമ്പാർ, മോനൂസിനൊരു കുട്ടി ആമദോശയും ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഓരോരുത്തരായിട്ട് നീച്ച് വന്നു. പിന്നെ നോറ ബേബീൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. ഇവരെ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒരു സാമ്പാറൊക്കെ ആയിട്ട് നമുക്ക് ഫുഡ് അടിക്കാൻ. കിച്ചണിൽ കയറാത്തതുകൊണ്ട് ഇത്താത്ത അവിടെ നിന്ന് പറയുന്നുണ്ട്, ഒന്നൊരു പണി എടുക്കണ്ടടി, ഫോണും പിടിച്ച് നടന്നാൽ മതിയെന്ന്. നമുക്ക് കഴിക്കാൻ മാത്രമല്ലേ അറിയുള്ളൂ, പണിയെടുക്കാൻ അറിയില്ലല്ലോ. ഇത് വെറുതെ പറഞ്ഞ. രണ്ട് താത്തമാരുള്ള ദിവസം ഞാൻ വീട്ടിൽ പണിയെടുക്കില്ല. അവരൊരു വർഷത്തിൽ 1-2 പ്രാവശ്യം വീട്ടിലേക്ക് വരുന്നത്. പിന്നെ അവരെ കൊണ്ടല്ലേ പണിയെടുപ്പിക്കേണ്ടത്. അവരില്ലാത്തപ്പോൾ ഞാൻ ഉമ്മനെ സഹായിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് കാക്കും മോനും പോയത്ത് ഓരോ കുക്കിനെ കണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് പണിയില്ലാത്തതുകൊണ്ട് മക്കളെ വൈത്താലൊക്കെ നടന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയപ്പോഴാണ് കൂട്ടത്തിൽ ഒന്നിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അടുത്ത വീട്ടിൽ പോയിട്ട് കളിക്കും. ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഒക്കെ ആൾക്കാരില്ലാത്തതുകൊണ്ട് അടുത്ത വീട്ടിൽ പോയി ഓളെ കളി. പിന്നെ നമ്മുടെ റോസാ ചെടികളൊക്കെ നോക്കി നിന്ന് നമ്മളിതാ നേരെ വീട്ടിലേക്ക്. പിന്നെ അതാ ചട്ടി കൊണ്ടുവരുന്ന ഏച്ചി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏച്ചിൻ്റെ അടുത്ത് 3-4 ചട്ടികളൊക്കെ നോക്കി. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു ചട്ടിയാണ്. പൈസ ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ച്. പിന്നെ നമ്മൾ ചെറിയൊരു ചട്ടി എടുത്ത് കുറുക്കുണ്ടാക്കാൻ പറ്റിയ ചട്ടി, എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇമ്മ ഒരു കുടുക്ക പറഞ്ഞു. അങ്ങനെ ഉമ്മി ഒരു ചട്ടി വാങ്ങി. പിന്നെ ഇന്ന് ഉച്ചക്ക് സദ്യയാണ്. അപ്പോൾ സദ്യയിലേക്ക് വേണ്ടിയുള്ള ഇലയെങ്കിലും വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. ആ പണിയെങ്കിലും ചെയ്യണ്ടേ. അങ്ങനെ വായിൽ ഓരോന്നായിട്ട് ഞാൻ വെട്ടാൻ ഇറങ്ങി. അങ്ങനെ വെട്ടലൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾസിനൊക്കെ ഇരുത്തിയിട്ട് വേണം അടുത്ത സദ്യൻ്റെ പരിപാടി. സദ്യ എന്നറിയാൻ മാത്രം ഓവറായിട്ട് വിഭവങ്ങളില്ല. പുളി, ചീര ഉപ്പേരി, രസം, സാമ്പാർ, പപ്പടം, പിന്നെ ചിക്കൻ ഫ്രൈ. ഇതാണ് നമ്മുടെ ചെറിയ സദ്യ. ആദ്യം തന്നെ മക്കൾസിനെ ഇരുത്തിയത്. അവരെന്തായാലും ബാക്കി വെക്കും. ബാക്കിയുള്ളതും നമ്മളും കഴിക്കേണ്ടി വരും. ആദ്യം മക്കൾസിൻ്റെ ഫുഡടി കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് മോനൂസ് സ്റ്റെപ്പ് കയറിയപ്പോൾ അതിനെ പിടിച്ച് താഴത്തേക്കൊന്ന് മെല്ലെ ഇറക്കിയിട്ട് നമ്മളിതാ പോയി സദ്യ കഴിക്കട്ടെ. ആസ്വദിച്ച് കഴിച്ചിട്ട് വരാം സദ്യ. ഇന്ന് ഞാൻ ആരാണാവോ കണി കണ്ടത്. ഒന്നും എനിക്ക് വായിൽ നല്ലപോലെ വെക്കാനും കഴിയുന്നില്ല. ചിക്കൻ ഫ്രൈ ഇട്ട് തരുമ്പോൾ വിചാരിച്ച് സ്നേഹം കൊണ്ട് ഇട്ട് തരികയാണ് താത്താന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. മൂപ്പര് ചിക്കൻ ഫ്രൈ ഇട്ടിട്ട് സദ്യ കഴിപ്പ് തുടങ്ങി. അങ്ങനെ നമ്മുടെ സദ്യയൊക്കെ കഴിക്കൽ കഴിഞ്ഞ് നമ്മളിതാ ശർക്കര ജിലേബിയും കഴിച്ചിട്ട് പിന്നെ മക്കൾസിനെ വിളിച്ച് വാ നമുക്കൊരു റീൽസ് എടുത്ത് വരാമെന്ന്. അങ്ങനെ മക്കൾസിനെയും കൂട്ടിയിട്ട് നമ്മളിതാ നേരെ പോയിൻ്റെ അവിടേക്കാണ് പോയത്. ഇവിടെ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കലും മക്കൾസിൻ്റെ ഡാൻസ് കാര്യങ്ങളൊക്കെ. പിന്നെ ആ വൈക്കാണ് അനിയൻ്റെ ഫ്രണ്ട്സുകൾ തോണിയിൽ പോകണം. എന്താ പരിപാടി? ഒന്നുമില്ല, ഇതന്നല്ലേ പരിപാടി ഇല്ലയെന്ന് ചോദിച്ചു. വൈകിട്ട് പറഞ്ഞ ബർഗറാണ്. രാത്രി 10:00ക്കാണ് നമ്മൾ ബർഗർ ഒരു ചൂട് ചായയും കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്രോളം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.